അധിക വൈദ്യുതി വന്നാൽ വീട്ടുപകരണങ്ങളെയും ഷോക്കിനെയും സംരക്ഷിക്കാൻ നഗരസഭയിലെ BPL കുടുംബങ്ങൾക്ക് വൈദ്യുതി സുരക്ഷാ ഉപകരണം നൽകുന്നു. KCB-യാണ് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ നൽകുന്നത്. ഇതിനായി BPL കുടുംബങ്ങളുടെ പട്ടിക തയ്യാറാക്കി നൽകാൻ നഗരസഭയോട് ആവശ്യപ്പെട്ടു. നഗരസഭ അധ്യക്ഷൻ സരിൻ ശശിയുടെ അധ്യക്ഷതയിൽ നടന്ന കൗൺസിൽ യോഗം ഇത് ചർച്ച ചെയ്തു. 2029 BPL സർവേ പ്രകാരമുള്ള പട്ടികയാണ് നഗരസഭയിലുള്ളത്. അതിൻ പ്രകാരം നഗരസഭയിൽ 5577 BPL കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. 17 വർഷം മുൻപുള്ള ഈ പട്ടിക പക്ഷേ ഇപ്പോൾ പ്രായോഗികമാകില്ല. അർഹരായ BPL കുടുംബങ്ങളെ തിരിച്ചറിഞ്ഞ് ഈ പദ്ധതിക്ക് വേണ്ടി പട്ടിക തയ്യാറാക്കേണ്ടി വരും. പയ്യന്നൂർ നഗരസഭയിലെ 43-ാം വാർഡിൽ അന്നൂർ പടിഞ്ഞാറേക്കരയിൽ പാടിപ്പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നത് തടയാനുള്ള ഷട്ടർ മാറ്റി സ്ഥാപിക്കും. കാലപ്പഴക്കം മൂലം ഇപ്പോൾ ദ്രവിച്ചിരിക്കുകയാണ്. പ്രദേശത്തെ 50-ലധികം വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഇപ്പോൾ ഉപ്പുവെള്ളം കയറുന്നത് ഒഴിവാക്കാനാണ് പദ്ധതി. ഷട്ടർ മാറ്റി സ്ഥാപിക്കുന്നതിന് 1 ലക്ഷം രൂപയാണ് ചിലവ്. വാർഡുകളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും അവയെ പിടിക്കണമെന്നും കൗൺസിലർ C. വൈശാഖ് കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചു. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം തുടങ്ങിയ പയ്യന്നൂർ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് കൗൺസിലർ VKP ഇസ്മായിൽ ചോദ്യമായി ഉന്നയിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതിയുടെ തീരുമാനപ്രകാരം നഗരസഭയിൽ ലഭ്യമായ 26 സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകൾ പാസാക്കാൻ കൗൺസിലിലേക്ക് ശുപാർശ ചെയ്ത് കൗൺസിൽ യോഗം ചർച്ച ചെയ്തു. ലഭ്യമായ വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷയിൽ റിപ്പോർട്ട് ലഭ്യമായ 45 അപേക്ഷകളിൽ 30 എണ്ണം പാസാക്കാനും 15 എണ്ണം നിരസിക്കാനും തീരുമാനിച്ചത് കൗൺസിലിൽ ചർച്ച ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.